എന്താ ഇവിടെ നിർത്തിയത്? ഒരാള് വരാനുണ്ട്. ആരാ? നരേന്ദ്രനാണോ? പത്രം പത്രം പത്രം, ചൂടുള്ള വാർത്ത. ചേട്ടാ പത്രം. പത്രം പത്രം, ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 8 മരണം. ചൂടുള്ള വാർത്ത, തീവ്രവാദി ബന്ധം, നരേന്ദ്രൻ അറസ്റ്റിൽ. ഞാൻ പറയുന്നത് വല്ലതും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അഴിച്ചു വിട്ടതുപോലെ യാതൊരു അനുസരണയില്ലാതെ മോൾ ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? സൂസനയ്ക്ക് അറിയോ, കുറച്ചൊന്നുമല്ല അവൾ എന്നെ വിഷമിപ്പിക്കുന്നത്. അവിടെ പിന്നാലെ ഓടി ഓടി ഞാൻ മടുത്തു. ഇനിയെങ്കിലും അതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാ അവളെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടത്. എന്നിട്ടോ ഇപ്പോഴും എവിടെയൊക്കെയോ തെണ്ടി തിരിഞ്ഞ് നടക്കുകയല്ലേ. പോരാഞ്ഞിട്ട് ഒരിക്കലും കൂടെ ചേർക്കാൻ കൊള്ളാത്ത കൂട്ടുകെട്ടുകളും. അവക്ക് നല്ലത് വരട്ടെ എന്ന് കരുതിയ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുന്നത്. നശിച്ചു പോകട്ടെ എന്ന് കരുതി കളയാൻ പറ്റുമോ? അതുകൊണ്ടിപ്പോ ഞാനും അവിടെ ശത്രുവാ. എത്രയും പെട്ടെന്ന് അവളെ എവിടെയെങ്കിലും തളച്ചിട്ടേ പറ്റൂ. ഇനിയും പോയി വല്ല കുരുക്കിലും ചാടിയ അതിന്റെ സങ്കടവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി അവൾ തിരിച്ചു വരുമ്പോ എനിക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അന്ന് പിന്നെ നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനിത് മുൻകൂട്ടി പറയുന്നു. അവളുടെ കാര്യം ആലോചിച്ച് നിനക്ക് ഒരുപാട് മനസ്താപം ഉണ്ടെന്ന് എനിക്കറിയാം. അതോ ഇനി അതും എന്റെ തെറ്റിദ്ധാരണയാണോ? അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയതിൽ ആശ്വസിക്കുന്നുണ്ടോ നീ? സത്യം പറ. ഇങ്ങോട്ട് വന്നു. ആശ്വസിക്കുന്നുണ്ട്. അല്പം പേടിയുള്ളത് കാരണം അത് പൂർണ്ണമായും തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന് മാത്രം. സാരമില്ല. എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു അമ്മയല്ലേ. നിനക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം സംഭവിച്ചെന്ന് അറിഞ്ഞാലെങ്കിലും അവളൊന്ന് വന്നാ മതിയായിരുന്നു. അങ്ങനെ അറിഞ്ഞാ വരുമായിരിക്കുമല്ലേ? വരും, ഉറപ്പായിട്ട് വരും.